ഓക്കെ, അപ്പം നമ്മളൊരു ഹെഡർ പോർഷനിൽ നമുക്ക് കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാം ഇനി. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ വേണ്ടത്, നമുക്കൊരു ലോഗോ ഉണ്ട്, അതുപോലെ റൈറ്റ് കോർണറിൽ നമുക്ക് ഒരു മെനു ഉണ്ട്, ലെഫ്റ്റ് കോർണറിൽ ലോഗോ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ പ്ലേസ് ചെയ്യാനാണ് പോകുന്നത്. ഓക്കെ, അപ്പം ഹെഡറിൻ്റെ സ്റ്റൈലിൽ നമ്മൾ മെയിൻ സ്റ്റൈലിൽ പോയിട്ട് നമ്മൾ ഹെഡറിന് ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പർട്ടിക്കുലർ ഹൈറ്റ് ഉണ്ടോ എന്ന് ആദ്യം നോക്കുക. നമുക്കൊരു പർട്ടിക്കുലർ ഹൈറ്റ് ഇല്ല. ശരിക്കും എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൈറ്റിൽ ശരിക്കും വരുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഹൈറ്റ് ഇല്ല. ശരിക്കും 60pxലാണ് ലോഗോ വരുന്നത്. ഓക്കെ, പിന്നെ മുകളിൽ നിന്ന് കണ്ടോ ഒരു 60px പാഡിങ് വരുന്നുണ്ട്. അപ്പം ആ ഒരു രീതിയിലാണ് നമുക്ക് വരുന്നത്. അപ്പം നമ്മളെ കേസിൽ നമുക്ക് എന്താക്കാം, അതുപോലെ തന്നെ കൊടുത്തു നോക്കാം. അപ്പം മിൻ ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് 60px ആയിരിക്കും. ഓക്കെ, 60pxൻ്റെ മിൻ ഹൈറ്റാണ്. അതുപോലെ ഹെഡറിന് ടോപ്പിൽ നിന്നുള്ള പാഡിങ്, അതായത് പാഡിങ് ടോപ്പിൽ നിന്ന് ഒരു 60px കൊടുക്കുക, അതുപോലെ ബോട്ടത്തുനിന്ന്. അപ്പോൾ ആ ഒരു കേസിൽ വരുമ്പോൾ നമുക്ക് പാഡിങ് എന്ന് പറയുന്ന ഒറ്റ ലൈൻ കോഡ് മതി. ഈ ഫസ്റ്റത്തെ ഇതെന്ന് പറയുന്നത് ടോപ്പായിരിക്കും, പിന്നെ വരുന്നത് 60px 60px ശരിക്കും 4 വാല്യൂ, അതായത് ടോപ്പ്, ലെഫ്റ്റ്, ബോട്ടം, റൈറ്റ്, അല്ലെങ്കിൽ ടോപ്പ്, റൈറ്റ്, ബോട്ടം, ലെഫ്റ്റ്, ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ഈ 4 വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 സൈഡിൽ നിന്ന് നമുക്ക് എന്താക്കും, പാഡിങ് വരും. കണ്ടോ, 4 സൈഡിൽ നിന്ന് ഇപ്പം പാഡിങ് വന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമുക്ക് ഇവിടുന്ന് ഈ ബ്രൗസറിൽ ഇൻസ്പെക്റ്റ് എലമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ അതിനെ ഓവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ഒരു ഗ്രീൻ ഒരു എന്താ പറയുക കണ്ടെയ്നർ പോലെ കിടക്കുന്നില്ല, അതാണ് നമ്മൾ കൊടുത്ത 60px പാഡിങ്. അപ്പം നമുക്ക് ആ ഒരു 4 കോർണറൊന്നും നമുക്ക് പാഡിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ലെഫ്റ്റും റൈറ്റും ഒഴിവാക്കണം, അത് 0 ആക്കുക. അപ്പം നമുക്ക് ബോട്ടം ടോപ്പ് മാത്രമേ 60px ഉള്ളൂ. അപ്പം ബോട്ടത്തുനിന്ന് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ബോട്ടത്തുനിന്ന് ടോപ്പിൽ നിന്ന് മാത്രമേ 60px ഉള്ളൂ. ഇനി നമ്മൾ സൈറ്റിൽ പോയിട്ട് എങ്ങനെയാണ് പാഡിങ് സൈഡിൽ നിന്നും ഉണ്ട്. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ 60px ഓവറോൾ കൊടുക്കണം. അപ്പോൾ ആ ഒരു കേസിൽ 4 കോർണർ നമുക്ക് 60px വേണമെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒറ്റ 60px മതി. ദാറ്റ് മീൻസ് ഓവറോൾ 60px. ഓക്കെ, അപ്പോൾ 60px ഓവറോൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് ലോഗോ പ്ലേസ് ചെയ്യണം, പിന്നെന്താ പ്ലേസ് ചെയ്യേണ്ടത്, മെനു പ്ലേസ് ചെയ്യണം. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ ഡിസ്പ്ലേ ഫ്ലെക്സ് ചെയ്യാൻ പോവാണ്. ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തു, അതുപോലെ ജസ്റ്റിഫൈ കണ്ടൻറ്റ് ബിറ്റ്വീൻ കൊടുത്തു, സ്പേസ് ബിറ്റ്വീൻ. അതായത് നമ്മൾ എന്താ പറയുക ഒബ്ജക്റ്റുകൾ പ്ലേസ് ചെയ്യാൻ പോവാണ്. അപ്പം അത് രണ്ടും 2 കോർണറിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു ഡിവ് ഇട്ടു. ഇതാണ് നമ്മളെ ലോഗോ. അപ്പം ഡിവ് ഇട്ടു, ഇതാണ് നമ്മളെ ലോഗോ, ക്ലാസ് ലോഗോ. ഞാൻ ക്ലാസ് ലോഗോനൊരു ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് മെനു ഉണ്ട്. അപ്പം മെനുവിന് ഞാനൊരു ക്ലാസ് കൊടുത്തു. ഓക്കെ, അപ്പം ലോഗോൻ്റെ ഉള്ളിൽ നമ്മൾ ലോഗോന് കമൻറ്റ് ചെയ്യണം. ലോഗോ ആണിത്. അപ്പം ഇത് ലോഗോ സ്റ്റാർട്ട് ചെയ്ത് ലോഗോ എൻഡ് ലോഗോ, ഇവിടെ ലോഗോ എൻഡ് ചെയ്തു. അതുപോലെ മെനു സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ മെനു എൻഡ് ചെയ്തു, എൻഡ് മെനു. ഓക്കെ, അപ്പം ലോഗോൻ്റെ ഉള്ളിൽ നമ്മൾ ഓൾറെഡി അസറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പം അസറ്റ്സിൽ നമ്മൾ പോകുമ്പോൾ ഈ അസറ്റ്സ് കാണുന്നില്ലേ, ഈ അസറ്റ്സിൽ നമുക്ക് ലോഗോ ഉണ്ട്. ഓക്കെ, ലോഗോ HTML ആയിട്ട് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ജസ്റ്റ് എന്താക്കുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വിഷ്വൽ സ്റ്റുഡിയോയിൽ തുറക്കുക. ഈ ഒരു കോഡ് നമ്മൾ കോപ്പി ചെയ്യും. ഓക്കെ, കോപ്പി ചെയ്യുന്നു, ഇൻഡെക്സിൽ ലോഗോയിൽ പ്ലേസ് ചെയ്തു. ഓക്കെ, ദാറ്റ്സ് ഡൺ. ഇപ്പോൾ ലോഗോ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. SVG പാത്താണ് നമ്മൾ ലോഗോ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ നമുക്ക് മെനു ഉണ്ട്. മെനുവിന് നമ്മൾ SVG പാത്തായിട്ടാണ് നമ്മൾ മെനുവിനെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ മെനു നമുക്കിതിൽ നോക്കിയാൽ ഓൾറെഡി കാണാം. ഓക്കെ, അപ്പോൾ മെനുവിനെ നമ്മൾ SVG പാത്തായിട്ട് നമ്മൾ വിളിക്കും. അതും നമ്മൾ കോപ്പി ചെയ്യുന്നു, കോഡ് കോപ്പി ചെയ്തു.
ഇൻഡെക്സിൽ പോകുന്നു, മെനു, ഓക്കെ, പ്ലേസ് ചെയ്യും. ഇനി നമുക്ക് നമ്മളെ ക്രിയോടോപ്പിയിൽ പോയിട്ട് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ലോഗോ വന്നിട്ടുണ്ട്, മെനു ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലൊരു ചെറിയ ഇഷ്യൂ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെനു നമ്മൾ ഡിസൈനിൽ നോക്കിക്കഴിഞ്ഞാൽ മെനു നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ മെനു ഒരു സ്ക്വയർ ആയിട്ടാണ് കിടക്കുന്നത്. സ്ക്വയറിൻ്റെ ഉള്ളിലാണ് ഈ മെനുവിൻ്റെ ഐക്കൺ ഉള്ളത്. അപ്പോൾ അത് നമുക്ക് അതുപോലെ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മെനുവിൻ്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി കോപ്പി ചെയ്യും. അതിനുശേഷം ഹെഡറിൻ്റെ ഉള്ളിൽ, അതായത് മെയിൻ സ്റ്റൈലിൽ പോവും. അതിൽ ഹെഡറിൻ്റെ ഉള്ളിൽ നമ്മളെന്താക്കുന്നു, മെനു എന്ന് പറയുന്ന ക്ലാസ്സാണ്. അപ്പോൾ ഹെഡറിൻ്റെ ഉള്ളിൽ മെനു എന്ന് പറയുന്ന ക്ലാസ്സിനെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ മെനുവിന് എന്ത് പറയുന്നു, വിഡ്ത്തും ഹൈറ്റും സെറ്റ് ചെയ്യാൻ പോവാം. അപ്പം വിഡ്ത്ത് 60px ആണ്. ഓക്കെ, ഹൈറ്റ് 60px ആണ്. അപ്പോൾ ഇതെങ്ങനെ 60px ഒക്കെ അറിയാൻ പറ്റി എന്നുള്ളതാണ് നമ്മളെ നെക്സ്റ്റ്. അപ്പോൾ ഈ ഹാൻഡ് ഓഫ് മൂഡിൽ നമ്മൾ ഈ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നമുക്ക് എന്താക്കാൻ പറ്റും, നമ്മളെ ഡിസൈൻ ഇപ്പം ഹാൻഡ് ഓഫ് മോഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് നമ്മളത് ചൂസ് ചെയ്യുമ്പം പർട്ടിക്കുലർ, കാരണം ഇവർക്ക് ചെറിയൊരു ഇഷ്യൂ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ഇഷ്യൂ ഉണ്ട്. ഫിറ്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ കണ്ടോ, ഇവിടെ നമ്മൾ 69 പിക്സ് വിഡ്ത്തും 69 പിക്സ് ഹൈറ്റും ഉണ്ട്. അപ്പം ഇതാണ് നമ്മളെ എന്താ പറയുക, ഹൈറ്റ് ആൻഡ് വിഡ്ത്ത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളറുണ്ട്, അതുപോലെ ബോർഡർ റേഡിയസും ഉണ്ട്. അപ്പോൾ ഈ ബോർഡർ റേഡിയസ് എന്ന് പറയുന്നത് 4 കോർണറും എഡ്ജ് കണ്ടോ ഇങ്ങനെ കേവ് ആയിട്ടുള്ള, അതിനാണ് ബോർഡർ റേഡിയസ്. അപ്പം ബോർഡർ റേഡിയസ് വേണം. അതുപോലെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളറ് വൈറ്റ് കളറാണ്. അപ്പം ബാക്ക്ഗ്രൗണ്ട് കളറ് നമ്മൾ പഴയ യൂസ് ചെയ്തതുപോലെ VR യൂസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിൽ പ്രൈമറി കളറല്ലേ, അതുപോലെ ബേസിൽ പോയ വൈറ്റിന് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിനെ യൂസ് ചെയ്യാം. അപ്പം നമുക്ക് എന്താക്കാം, ഫ്യൂച്ചറിൽ ഇൻ കേസ് വൈറ്റ് മാറ്റണം എന്ന് തോന്നിയാൽ ബേസിൽ മാറ്റിയാൽ മതി. ഓക്കെ, വൈറ്റ് ക്രിയേറ്റ് ചെയ്യും. ഇനി നമുക്ക് ജസ്റ്റ് പ്രിവ്യൂ നോക്കാം. ഇപ്പം കണ്ടോ, ഈ ഒരു ഇത് ക്രിയേറ്റ് ആയിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇത് സെൻറ്ററിലല്ല, ഇൻസൈഡിലുള്ള ഐക്കൺ സെൻറ്ററിലല്ല. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോക്സിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. അപ്പം അതിന് ഈ ഒരു മെനുവിനെ നമ്മൾ ഡിസ്പ്ലേ ഫ്ലെക്സ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അതിന് അലൈൻ ഐറ്റംസ് സെൻറ്റർ കൊടുത്തു. അതുപോലെ തന്നെ ജസ്റ്റിഫൈ കണ്ടൻറ്റ് സെൻറ്റർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൊടുത്താൽ തന്നെ നമ്മൾ ആ ഒരു ഡിവിനുള്ളിലുള്ള കാര്യങ്ങൾ ഈ ഒരു 3 സാധനം കൊടുത്തു കഴിഞ്ഞാൽ ഈക്വലായിട്ട് സെൻറ്റർ പോർഷനിൽ നിൽക്കും. ഇപ്പം ഞാൻ റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ സെൻറ്ററിൽ വന്നു. അപ്പം നമ്മളെ മെനു സക്സസ്ഫുള്ളായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ലോഗോ ഉണ്ട്. അപ്പം നമ്മളെ ഫസ്റ്റ് പോർഷൻ, ഈ ഒരു പോർഷന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് കളറ് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളെ ഹെഡർ പോർഷന് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഹെഡർ പോർഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്, പക്ഷേ ലോഗോ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടല്ലേ. അപ്പോൾ ലോഗോ നമുക്ക് എന്താക്കാം, ഈ ഒരു ഇഷ്യൂ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ലോഗോനെ നമുക്ക് SVG ഇമേജായിട്ട് നമുക്ക് എന്താക്കാം, എക്സ്പോർട്ട് ചെയ്യാം. SVG ഇമേജായിട്ട് ഞാൻ എക്സ്പോർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇമേജ് അസറ്റ്സ്, കാരണം നമ്മളെ ലോഗോ നമ്മളെ ലോഗോൻ്റെ പാത്ത് ബ്രേക്ക് ആവാത്തതുകൊണ്ടായിരിക്കാം, മേ ബി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താക്കാം, അതിനെ ലോഗോനെ നമുക്ക് SVG ഇമേജായിട്ട് ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ അതിന് മുന്നേ നമുക്ക് ഈ CSS എന്ന് പറയുന്ന ഫോൾഡറേ ഉള്ളൂ. അപ്പം അതിൽ നമ്മൾ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഇമേജസ് ഓർ IMG എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. അതിൽ നമ്മൾ ലോഗോ എന്ന് പറഞ്ഞ് SVG ഫോർമാറ്റിൽ ഇതിനെ എക്സ്പോർട്ട് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ HTML പോയതിന് ശേഷം ഈ SVG നമ്മൾ ഒഴിവാക്കുന്നു. അതിനുശേഷം ഇവിടെ ഇമേജ് വിളിക്കാൻ പോകും. ഇപ്പോൾ ഇമേജ് വിളിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ IMG SRC, ഈ SRCയിലായിരിക്കും നമ്മൾ
ഇമേജിൻ്റെ പാത്ത്. അപ്പം IMG എന്ന് പറയുന്ന ഫോൾഡറിൽ ലോഗോ എന്ന് പറയുന്ന SVG. ഓക്കെ, ഇതാണ് നമ്മൾ. ഇനിയിപ്പം നമ്മൾ റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ആ ലോഗോ വരും കൊണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മെനു ഉണ്ട്, ഇവിടെ നമുക്ക് ലോഗോ ആയി. അപ്പം നമ്മൾ ഹെഡർ സെറ്റ് ആയിട്ടുണ്ട്. അപ്പം ഹെഡർ നല്ല പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. ഓക്കെ, പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഹെഡർ ഏത് സ്ക്രീൻസിലാണെങ്കിലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇത് വർക്കാവും. ഓക്കെ, അപ്പം മൊബൈലിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതൊക്കെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഐപാഡ് ആയിക്കോട്ടെ, ഏത് ഡിവൈസിലായിക്കോട്ടെ നമുക്ക് പ്രോപ്പറായിട്ട് അത് വർക്കാവുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പം നമ്മൾ ഈ ഹെഡർ എന്ന് പറയുന്ന ഒരു ഏരിയ നമുക്ക് ഫിക്സഡ് ആയിട്ടായിരിക്കും നിൽക്കുക. അതായത് നമ്മൾ ഈ ഡിസൈൻ നോക്കിയാൽ അറിയാം, ഈ ഒരു ഇമേജ് ഇതിൻ്റെ ബാക്കിൽ കിടക്കുന്നുണ്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ഇതുപോലെ ഇത് കണ്ടോ മുകളിലാണ് വന്ന് കിടക്കുന്നത്. ഇതുപോലെയാണ് നമ്മൾ ഹെഡർ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഒരു ഹെഡറിനെ നമ്മൾ ഇതുപോലെ ആയിരിക്കും സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഹെഡറിനെ നമ്മൾ ഒരു ടോപ്പിൽ ഫിക്സഡ് ആക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റൈൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹെഡറിൽ പൊസിഷൻ ഫിക്സഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ഓക്കെ, പൊസിഷൻ ഫിക്സഡ് എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പം നമ്മുടെ ഹെഡർ ടോപ്പിൽ ഫിക്സഡ് ആവും. പക്ഷേ അതിൽ വിഡ്ത്ത് ആവശ്യമുണ്ട്. അപ്പം വിഡ്ത്ത് നമ്മളൊരു 100% വിഡ്ത്തും കൊടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ 100% വിഡ്ത്ത് കൊടുക്കുക. അതുപോലെ ഫിക്സഡ് ആക്കുന്നു. ഫോർ പൊസിഷൻ സ്റ്റിക്കി എന്ന് പറയുന്നൊരു ഫോർമാറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പം നമുക്കത് ഒരു സ്ക്രോളും സ്റ്റിക്കി എന്ന രീതിയിൽ വർക്കായിക്കോളും. ഓക്കെ, അതുപോലെ പൊസിഷൻ നമുക്ക് എന്താക്കാം, അബ്സല്യൂട്ട് കൊടുക്കാം. പൊസിഷൻ അബ്സല്യൂട്ട് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്താക്കാം, അവിടെ നമുക്ക് ഒരു ടോപ്പിലെ ഓവർലേ എന്ന പോലെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പൊസിഷൻ അബ്സല്യൂട്ട് കൊടുക്കുക. പൊസിഷൻ അബ്സല്യൂട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ വിഡ്ത്ത് 100% കൊടുക്കാം. വിഡ്ത്ത് 100%. ഓക്കെ, ഓക്കെ, പൊസിഷന് നമുക്ക് ഇപ്പോൾ നമ്മൾ ഹെഡർ പോർഷൻ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഹെഡർ പോർഷൻ റെഡിയായി. അപ്പം ഇന്ന് നമ്മൾ ഹെഡർ പോർഷനാണ് ചെയ്യാൻ പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പം ഇൻ കേസ് ഇഷ്യൂവും കുറേ ഡൗട്ടുകൾ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹെഡറിൻ്റെ ഒരു പോർഷൻ വെച്ചിട്ട് നമ്മൾ ഇന്ന് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് നിങ്ങൾക്കറിയാം, നമുക്ക് ഈ ഒരു പാർട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു പാർട്ടുണ്ട്, പിന്നെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇങ്ങനെ ഈ ഒരു പാർട്ട്. അപ്പം ഇതിൻ്റെ മൊബൈലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹെഡർ പോർഷനാണ്. അപ്പം അവിടെ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് കളർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ബാക്ക്ഗ്രൗണ്ട് ഓക്കെ, അപ്പം ഒരു ഹെഡർ പോർഷൻ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഹെഡർ പോർഷൻ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ എന്താക്കാം, നെക്സ്റ്റ് പാർട്ടും കാര്യങ്ങളും കാണാം.